السلام عليكم ورحمة الله. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നും ബദരി സഹാബാക്കളെ കുറിച്ചുള്ള വിവരണമാണ്. വിവരിക്കപ്പെടുന്ന സഹാബാക്കളിൽ ആദ്യത്തെ പേര് ഹസ്രത്ത് ആമിർ ബിൻ സലമ എന്നാണ്. ഹസ്രത്ത് ആമിർ ബിൻ സലമ അമർ ബിൻ സലമ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധം ബലി ഗോത്രവുമായിട്ടാണ്. ബലി അറേബ്യയിലെ പൗരാണിക ഗോത്രമായ ഖുദ്ഹായുടെ ഒരു ശാഖയാണ്. അത് യമൻ പ്രദേശത്താണ് താമസിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമിർ ബിൻ സലമ ബിൻ ബലി എന്നും പറയപ്പെടുന്നു. ഹസ്രത്ത് ആമിർ അൻസാറുകളുടെ സഖ്യകക്ഷി ആയിരുന്നു. ഹസ്രത്ത് ആമിർ ബിൻ സലമ ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അടുത്ത സഹാബിയുടെ പേര് ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്ക എന്നാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്കയുടെ ബന്ധം ഖുറൈശികളുടെ ഗോത്രമായ ബനു അദിയുമായിട്ടാണ്. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിന്റെ ഗോത്രമാണത്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്കയുടെ പരമ്പരയിലെ 5ാമത്തെ തലമുറയിൽ റിഹ എന്നു പേരുള്ള വ്യക്തിയിലൂടെ ഹസ്രത്ത് ഉമറിനോടും 10ാം തലമുറയിൽ കാബ് എന്നു പേരുള്ള വ്യക്തിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇവരുടെ പരമ്പര കൂടിച്ചേരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്കയുടെ പിതാവിന്റെ പേര് സുറാക്ക ബിൻ മുഅത്തമിർ എന്നും അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് അമാ ബിന്ത് അബ്ദുല്ല എന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദര പേര് സൈനബ്, സഹോദരൻ അമർ ബിൻ സുറാക്ക എന്നുമാണ്. അത് അബ്ദുല്ല ബിൻ സുറാക്കയുടെ ഭാര്യയുടെ പേര് ഉമൈമ ബിന്ത് ഹാരിസ് എന്നാണ്. അവരിലൂടെ മകൻ അബ്ദുല്ല ജനിച്ചു. ചരിത്ര ഗവേഷകരിൽ അധിക പേരും അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായി പറയപ്പെടുന്നു. എന്നാൽ ചുരുക്കം ചിലർ എഴുതുന്നു ബദറിൽ പങ്കെടുത്തിരുന്നില്ല, ഉഹദ് യുദ്ധത്തിലും അതിനുശേഷവുമുള്ള യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു എന്നാണ്. എന്നിരുന്നാലും അധിക പേരുടെയും നിഗമനമനുസരിച്ച് ഹസ്രത്ത് അബ്ദുല്ലയും അദ്ദേഹത്തിന്റെ സഹോദരൻ ആമിർ ബിൻ സുറാക്കയും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചവരാണെന്ന് മനസ്സിലാകുന്നു. ഹസ്രത്ത് അബ്ദുല്ലയുടെ പരമ്പരയിൽ നിന്ന് അമർ, ഉസ്മാൻ ബിൻ അബ്ദുല്ല, സയ്യിദ് അയ്യൂബ് ബിൻ അബ്ദുറഹ്മാൻ എന്നിവരെ കുറിച്ചും നിവേദനം ലഭിക്കുന്നുണ്ട്. അബ്ദുല്ല ബിൻ അബൂബക്കർ വിവരിക്കുന്നു, ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്ക തന്റെ സഹോദരൻ ഹസ്രത്ത് അമീറിനോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. രണ്ടുപേരും ഹസ്രത്ത് റിഫാ ബിൻ അബ്ദുല്ല ബിൻ അബ്ദുൽ മുൻസിറിന്റെ അടുക്കലാണ് താമസിച്ചത്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്ക ഹസ്രത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 35 ഹിജ്രിയിൽ വഫാത്തായി. ഹസ്രത്ത് അബ്ദുല്ല ബിൻ സുറാക്ക നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു,
തസാഹറു വലൗലിൽ മാ, അത്താഴം കഴിക്കുക അത് വെള്ളം കൊണ്ടാണെങ്കിലും ശരി. അതായത് അത്താഴം കഴിക്കുക എന്നത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തതായി വിവരിക്കുന്ന സഹാബിയുടെ പേരാണ് ഹസ്രത്ത് മാലിക് ബിൻ അബു ഹൗലി. ഹസ്രത്ത് മാലിക് ബിൻ അബു ഹൗലിയുടെ ബന്ധം ബനു ഹിജുമായിട്ടാണ്. അത് ഖുറൈശിയുടെ ഗോത്രമായ അബു അബീബ് ബിൻ കഅബിന്റെ സഖ്യകക്ഷിയായിരുന്നു. അബു ഖൗലി അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിളിപ്പേരായിരുന്നു. പിതാവിന്റെ പേര് ആമർ ബിൻ സുഹൈർ എന്നായിരുന്നു. ഹസ്രത്ത് മാലിക്കിന്റെ പേര് ഹിലാൽ എന്നും പറയപ്പെടുന്നു. ഹസ്രത്ത് ഉമർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിനോടൊപ്പം ഹസ്രത്ത് മാലിക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ ഖൗലിയും പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് മാലിക് അദ്ദേഹത്തിന്റെ സഹോദരൻ ഖൗലിയോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. മറ്റൊരു നിവേദന പ്രകാരം ബദർ യുദ്ധത്തിൽ ഹസ്രത്ത് ഖൗലിയെ തന്റെ രണ്ട് സഹോദരന്മാർ ഹസ്രത്ത് ഹിലാൽ, അതായത് ഹസ്രത്ത് മാലിക്, ഹസ്രത്ത് അബ്ദുള്ള എന്നിവരോടൊപ്പമാണ് പങ്കെടുത്തത്. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഹസ്രത്ത് മാലിക് ബിൻ ഖൗലിയുടെ വഫാത്ത് സംഭവിച്ചു. അടുത്തതായി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് വാഖിദ് ബിൻ അബ്ദുള്ള. ഹസ്രത്ത് വാഖിദിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള ബിൻ അബ്ദ് മനാഫ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ബനു തമീം ഗോത്രവുമായിട്ടാണ്. ഹസ്രത്ത് ഖാലിദ് ഖിലാബ് ബിൻ തുഫേലിന്റെ സഖ്യകക്ഷിയായിരുന്നു. മറ്റൊരു നിവേദന പ്രകാരം അദ്ദേഹം ഖുറൈശികളുടെ ഗോത്രമായ ബനു അദീ ബിൻ കഅബിന്റെ സഖ്യകക്ഷിയായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ തബ്ലീഗ് മുഖേന ആരെല്ലാമാണ് ഇസ്ലാം സ്വീകരിച്ചത് ചരിത്രത്തിലും സീറത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. അതിൽ ഇദ്ദേഹവും പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് വാഖിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദാറുൽ അർക്കമിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ദാറുൽ അർക്കം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ അല്പകാലം മുമ്പ് വിവരിച്ചിരുന്നു. ചുരുങ്ങിയ നിലയിൽ ഇവിടെ വിവരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മക്കയിൽ ഒരു തബ്ലീഗ് കേന്ദ്രം സ്ഥാപിക്കണം എന്ന ചിന്തയുണ്ടായി. അതിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുകയും നമസ്കരിക്കാനായും മറ്റുള്ള പരിപാടികളും ചെയ്യുന്നതിന് വേണ്ടി യാതൊരു തടസ്സവും കൂടാതെ സമാധാനത്തിൽ അവരവരുടെ തർബിയത്ത് കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് മാർഗദർശനങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇസ്ലാമിന്റെ പ്രചരണം സുഗമമായി മാറുന്നതിനായി ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു കെട്ടിടത്തിന്റെ ആവശ്യം നേരിട്ടു. അത് കേന്ദ്രമായി മാറുകയും വേണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നവമുസ്ലിം അർക്കം ബിൻ അബി അർക്കമിന്റെ വീട് ഇഷ്ടപ്പെട്ടു. അത് സഫാ കുന്നിന്റെ താഴ്വരയിലായിരുന്നു. അതിനുശേഷം മുസ്ലിങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുകയും അവിടെ നമസ്കരിക്കുകയും ചെയ്തിരുന്നു. സത്യാന്വേഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്ത് വരുമ്പോൾ അവിടെ വെച്ചാണ് അവിടുന്ന് ഇസ്ലാമിന്റെ തബ്ലീഗ് അവരോട് ചെയ്തിരുന്നത്. അത് കാരണം ഈ കെട്ടിടം ചരിത്രത്തിൽ പ്രത്യേകമായ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ദാറുൽ ഇസ്ലാം എന്ന പേരിലും പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏകദേശം 3 വർഷക്കാലം ദാറെ അർക്കമിൽ പ്രവർത്തിച്ചു. അതായത് നുബുവത്തിന് 4-ാം വർഷം അവിടുന്ന് അതിനെ കേന്ദ്രമാക്കി. 6-ാം വർഷത്തിന്റെ അവസാനം വരെ അവിടുന്ന് തന്റെ തബ്ലീഗ് പ്രവർത്തനങ്ങളും അവിടെ തുടർന്നുകൊണ്ടിരുന്നു. ചരിത്രകാരന്മാർ എഴുതുന്നു, ദാറുൽ അർക്കമിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ അവസാനത്തെ വ്യക്തി ഹസ്രത്ത് ഉമർ ആയിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. അവർ ദാറുൽ അർക്കമിൽ നിന്ന് പുറത്തു വന്ന് തുറന്ന നിലയിൽ തബ്ലീഗ് ചെയ്യുവാൻ തുടങ്ങി. ഹസ്രത്ത് ഉമർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് പുറമെ ഹസ്രത്ത് വാഖിദും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹസ്രത്ത് വാഖിദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ഹസ്രത്ത് റിഫാ ബിൻ അബ്ദുൽ മുൻസിറിന്റെ അടുത്താണ് താമസിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് വാഖിദിനും ഹസ്രത്ത് ബിഷർ ബിൻ ബറായുടെയും ഇടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഹസ്രത്ത് വാഖിദ് ബദർ, ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജഹഷിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചപ്പോൾ അതിൽ ഹദ്റത്ത് വാക്കിദും അംഗമായിരുന്നു. ഈ ഏറ്റുമുട്ടലിൽ അവിശ്വാസികൾപ്പെട്ട ഒരാൾ അമ്ര ബിൻ ഹദ്റമി വധിക്കപ്പെട്ടു. അയാളെ വാക്കിദാണ് കൊലപ്പെടുത്തിയത്. ഇസ്ലാമിൽ ആദ്യമായി വധിക്കപ്പെട്ട മുശ്രിക്കായിരുന്നു അയാൾ. അങ്ങനെ യുദ്ധത്തിൽ ആദ്യമായി ഒരു മുശ്രിക്കിനെ കൊലപ്പെടുത്തിയ മുസ്ലിമായി ഹദ്റത്ത് വാക്കിദ്. ഈ ഏറ്റുമുട്ടലിന്റെ വിശദീകരണം ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജഹഷിന്റെ വിവരണത്തിൽ മുമ്പ് ഞാൻ വിവരിച്ചതാണ്. ഹദ്റത്ത് വാക്കിദ് ഹദ്റത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ പ്രാരംഭത്തിൽ വഫാത്തായി. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദ്റത്ത് നസർ ബിൻ ഹാരിസ് എന്നാണ്. ഹദ്റത്ത് നസർ ബിൻ ഹാരിസ് അൻസാറുകളുടെ ഗോത്രമായ ഔസിന്റെ കുടുംബത്തിൽപ്പെട്ട ബനു അസ്ദ് ബിൻ റസായിൽ പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നുഅ്മാൻ ബിൻ ഹാരിസ് എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു ഹാരിസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഹാരിസ് ബിൻ അബ്ദ് എന്നും മാതാവിന്റെ പേര് സൗദ ബിൻ നസവ എന്നുമായിരുന്നു. ഹദ്റത്ത് നസർ ബിൻ ഹാരിസ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവ് ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബിയായിരുന്നു. ആ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഹദ്റത്ത് നസർ ഖാസിയ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. ഖാദിസിയ ഇറാൻ ഇപ്പോഴുള്ള ഇറാഖിലെ ഒരു സ്ഥലമാണ്. അത് കൂഫയിൽ നിന്ന് 45 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നു. ഹിജറി 14 ഹദ്റത്ത് ഉമർ ഫാറൂഖിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ഇറാനികളും തമ്മിൽ ഖാദിസിയ എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം നടക്കുകയുണ്ടായി. അതിന്റെ ഫലമായിക്കൊണ്ട് ഇറാനി ഭരണകൂടം മുസ്ലിങ്ങളുടെ പരിധിയിൽ വന്നു. ഇനി മാലിക് ബിൻ അമറിന് എന്ന സഹാബിയെ കുറിച്ചാണ് വിവരിക്കുന്നത്. അത് മാലിക് ബിൻ അമർ, അദ്ദേഹത്തിന്റെ ബന്ധം ബനു സുലൈമിന്റെ ഗോത്രത്തിലെ കുടുംബാംഗമായ ബനു ഹജറുമായിട്ടാണ്. ഇവർ ബനു അബ്ദു ഷംസിന്റെ സഖ്യകക്ഷികളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ആമർ ബിൻ സുമേർ എന്നായിരുന്നു. ഹദ്റത്ത് മാലിക് തന്റെ 2 സഹോദരന്മാർ ഹദ്റത്ത് സഫ് ബിൻ അമർ, ഹദ്റത്ത് മുദ്ലിജ് ബിൻ അമർ എന്നിവരോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഹദ്റത്ത് മാലിക് ഉഹദ് യുദ്ധത്തിലും മറ്റു യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. 12 ഹിജറിയിൽ യമാമ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദ്റത്ത് നുഅ്മാൻ ബിൻ അസർ എന്നാണ്. ഹദ്റത്ത് നുഅ്മാൻ, അദ്ദേഹത്തിന്റെ ബന്ധം അൻസാറുടെ ഗോത്രമായ ബനു ബലി ആയിട്ടാണ്. അബു മുആവിയ ഗോത്രത്തിലെ സഖ്യകക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് ലൈക് ബിൻ അൻസ് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നുഅ്മാൻ ബിൻ ഹാരിസ് എന്ന പേരിലും അറിയപ്പെടുന്നു. അത് നുഅ്മാൻ ബിൻ അസർ 1-ാം അഖബ, ബദർ പോലുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. ഇദ്ദേഹത്തിന്റെ ഷഹാദത്ത് യമാമ യുദ്ധ ദിവസം സംഭവിച്ചു. മറ്റു ചിലരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മതപരിത്യാഗികളുമായി നടന്ന യുദ്ധത്തിൽ ഹുലൈദ് ആണ് നുഅ്മാനെ ഷഹീദാക്കിയത്. അടുത്തതായി വിവരിക്കുന്ന സഹാബിയുടെ പേരാണ് ഹദ്റത്ത് ഉവൈ ബിൻ സായിദ എന്നാണ്. ഹദ്റത്ത് ഉവൈ ബിൻ സായിദയുടെ ബന്ധം ഔസ് ഗോത്രത്തിന്റെ ശാഖയായ ബനു അമർ ബിൻ ഔഫുമായിട്ടാണ്. ഹദ്റത്ത് ഉവൈ ബിൻ ഉഖബ 1-ാം ബൈഅത്തെ ഉഖബയിലും 2-ാം ബൈഅത്തെ ഉഖബയിലും പങ്കെടുത്തിരുന്നു. സിറത്തുൽ ഹാത്തമുൻ നബിയിലെ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ 1-ാം ബൈഅത്തെ അഖബയ്ക്ക് മുമ്പ് മദീനയിലെ അൻസാറുകളുടെ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചിരുന്നു. അവരുടെ എണ്ണം 6 ആണ്. മറ്റു ചില നിവേദനങ്ങളിൽ അത് 8 എന്നും പറയപ്പെടുന്നു. അതിൽ ഉവൈദ് ബിൻ സയ്യിദയും ഉൾപ്പെടുന്നു. ഖുബഖാത്തുൽ കുബ്രയുടെ അടിസ്ഥാനത്തിൽ മദീനയിലേക്കുള്ള ഹിജ്റത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉവൈദ് ബിൻ സയ്യിദയും ഹദ്റത്ത് ഉമറും മറ്റൊരു നിവേദന അടിസ്ഥാനത്തിൽ ഹദ്റത്ത് ഹാത്തിബ് ബിൻ അബി ബൽതയുമായി സഹോദര ബന്ധം സ്ഥാപിച്ചു.
അത് അബ്ദുല്ല ബിൻ സുബൈർ വിവരിക്കുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടു: ഉബൈ ബിൻ സഅദ അള്ളാഹുവിന്റെ ദാസന്മാരിൽ വെച്ച് എത്ര നല്ല ദാസനാണ്, അദ്ദേഹം സ്വർഗവാസികളിൽ ഉൾപ്പെടുന്നു. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിഹി റിജാലിൻ യുഹിബൂന അയത്തഹറു വല്ലാഹു യുഹിബുൽ മുതതഹ്ഹീൻ എന്ന ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉവൈദ് ബിൻ സായിദ എത്ര നല്ല ദാസനാണ്, അദ്ദേഹവും ഇവരിൽ ഉൾപ്പെടുന്നു. അതായത് ഈ ആയത്തിന്റെ തർജ്ജമ പ്രകാരമാണ്, ഇതിൽ വരുന്ന ആളുകൾ പൂർണ്ണ പരിശുദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു പരിപൂർണ പരിശുദ്ധി നേടുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഫിഹി റിജാലിൻ യുഹിബൂന അയതഹറു വല്ലാഹു യുഹിബുൽ മുതതഹ്ഹിരീൻ. ഹദ്റത്ത് ഉവൈദ് ബിൻ സായിദ ബദർ, ഉഹദ്, ഖന്ദഖ് തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ആസിം ബിൻ സുഹൈൽ വിവരിക്കുന്നു, അദ്ദേഹം ഉവൈദ് ബിൻ സായിദയുടെ മകൾ ഉബൈദയോട് ഇപ്രകാരം പറയുന്നതായി കേട്ടു: ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് ഹദ്റത്ത് ഉബൈദ് ബിൻ സായിദയുടെ ഖബറിനടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഒരു വ്യക്തിയും ഇപ്രകാരം പറയാൻ സാധിക്കില്ല, ഈ ഖബർവാസിയേക്കാൾ അയാൾ ഉത്തമനാണെന്ന്. എന്നാൽ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്ഥാപിച്ച ഏത് കൊടിയാണെങ്കിലും ശരി, അതിന്റെ തണലിൽ ഉവൈദ് തന്റെ നിലം ഉറപ്പിച്ചിരുന്നു. ഒരു നിവേദനത്തിൽ വരുന്നു, ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ ഹാരിസിന്റെ പിതാവ് സുഹൈൽ ഹദ്റത്ത് മുജസ്സിറിന്റെ പിതാവ് സിയാദിനെ കൊലപ്പെടുത്തി. ഇതിനുശേഷം ഒരു ദിവസം വധിക്കപ്പെട്ട വ്യക്തിയുടെ മകൻ സുഹൈലിനെ കീഴടക്കി തന്റെ പിതാവിന്റെ കൊലയാളിയെ വധിക്കുകയുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളും ഇസ്ലാമിന് മുമ്പ് നടന്നവയാണ്. ഈ സംഭവമാണ് ഔസ് ഖദ്റജ് ഗോത്രത്തിനിടയിലുണ്ടായ ഖുവാസ് യുദ്ധത്തിന് കാരണമായി തീർന്നത്. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. വധിക്കപ്പെട്ട രണ്ടുപേരുടെയും മക്കൾ, അതായത് ഹാരിസ് ബിൻ സുഹൈലും മുജസ്സിർ ബിൻ സിയാദും മുസ്ലിങ്ങളായി മാറി. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇവർ രണ്ടുപേരും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത് എത്രമാത്രം ശരിയെന്നറിയില്ല, എന്നിരുന്നാലും ഇത് നിവേദനത്തിൽ ഉൾപ്പെടുന്നു. അതായത് ഹാരിസ് ബിൻ സുഹൈൽ അവസരം കാത്തിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും തന്റെ പിതാവിന് പകരമായി ഹദ്റത്ത് മുജസ്സിറിനെ വധിക്കണം എന്ന ചിന്തയിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികൾ തിരിഞ്ഞ് മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോൾ ഹാരിസ് ബിൻ സുഹൈൽ പുറകിൽ നിന്ന് മുജസ്സിറിന്റെ പിന്നിൽ ആയുധം പ്രയോഗിച്ചു അദ്ദേഹത്തെ ഷഹീദാക്കി. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം പറയുന്നു, ഹദ്റത്ത് ഹാരിസ് ബിൻ സുഹൈൽ ഖൈസ് ബിൻ സെയ്ദിനെയും ഷഹീദാക്കിയായിരുന്നു. ഹംറഉൽ അസദ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഹദ്റത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അങ്ങയോട് പറഞ്ഞു, ഹാരിസ് ബിൻ സുഹൈൽ ഇപ്പോൾ കഅബയിലുണ്ട്. ഹാരിസ് ബിൻ സുഹൈൽ വഞ്ചനയിലൂടെ ഹദ്റത്ത് മുനസ്സിർ ഇബ്ൻ സിയാദിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞു, ഹാരിസ് ബിൻ സുഹൈലിനെ മുൻസിർ ബിൻ സിയാദിന് പകരമായി വധിച്ചു കളയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ഇത് കേട്ട് കഅബയിലേക്ക് പുറപ്പെട്ടു. സാധാരണ രീതിയിൽ അവിടേക്ക് പോകാറില്ലായിരുന്നു. ആ സമയം കാബയിൽ വലിയ ചൂടായിരുന്നു. അവിടുന്ന് അവിടെ എത്തിയപ്പോൾ കാബയിൽ താമസിച്ചിരുന്ന അൻസാരി മുസ്ലിങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വന്ന് ഒത്തുചേർന്നു. അതിൽ ഹാരിസ് ബിൻ സുഹൈലും ഉണ്ടായിരുന്നു. പുതപ്പ് ധരിച്ചിരുന്നു. ഹദ്റത്ത് ഉമൈർ ബിൻ സായിദയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കഅബ മസ്ജിദിന്റെ വാതിൽ വെച്ച് ഹാരിസ് ബിൻ സുഹൈലിനെ വധിച്ചു. സിറത്ത് ഹൽബിയയിൽ അദ്ദേഹത്തിന്റെ പേര് ഏത് സഹാബിയെ കുറിച്ചാണ് വിവരിക്കുന്നത്? ഉവൈബിന് പകരം ഉമേർ എന്നും എഴുതിയിരിക്കുന്നു. മറ്റ് ഗ്രന്ഥങ്ങളിൽ ഇബ്നു സഅദ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ഉമേർ ബിൻ സായിദ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു നിവേദനത്തിൽ അതായത് ഉവൈബ് ബിൻ സയ്യിദിനോടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊലപ്പെടുത്താനുള്ള കൽപ്പന നൽകിയത്, മറിച്ച് ഒരു മുസ്ലിമിനെ വഞ്ചനയിലൂടെ വധിച്ചു എന്ന് മാത്രമല്ല രണ്ടുപേരും മുസ്ലിങ്ങളായിരുന്നു. കൊലയ്ക്ക് പകരം കൊല എന്ന നടപടി, ശിക്ഷാ നടപടി സ്വീകരിച്ചു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നത് ഹദ്റത്ത് ഉസ്മാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പന നൽകിയത്.
ഒരു നിവേദനത്തിൽ ഇതും വരുന്നു. ഹദ്റത്ത് ഹാരിസ് പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഞാൻ മുജദ്ദറിനെ കൊല ചെയ്തു. അതിനർത്ഥം ഞാൻ ഇസ്ലാമെ ഉപേക്ഷിച്ചുവെന്നല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ വല്ല സംശയവും ഉണ്ട് എന്നല്ല. പിശാചി എനിക്കൊരു ദുരഭിമാനമുണ്ടാക്കി, ദുരാവേശമുണ്ടാക്കി. ഞാൻ എന്റെ പ്രവൃത്തിയിൽ നിന്ന് അള്ളാഹുവിനും അവന്റെ റസൂലിന്റെ മുന്നിൽ തൗബ ചെയ്തു മടങ്ങുന്നു. കൊലയാളിയുടെ രക്തം ഒഴുക്കി തുടർച്ചയായി 2 മാസം ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ്, ഒരു അടിമയെ മോചിപ്പിക്കുന്നതുമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസിന്റെ ഈ ക്ഷമാർപ്പണത്തെ സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് കൊലയ്ക്കുള്ള ശിക്ഷ നൽകിയുണ്ടായി. അബൂ ഉമർ പറയുന്നു, ഇതും സീറത്തുൽ ഹൽബിയയിൽ നിന്നുള്ള ഒരു നിവേദനമാണ്. അബൂ ഉമർ പറയുന്നു, ഹദ്റത്ത് ഉമേർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ തന്നെ വഫാത്തായിരുന്നു. ഇതും പറയപ്പെടുന്നുണ്ട് മറ്റൊരു നിവേദനത്തിൽ. അബൂ ഉമർ തന്നെയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ വഫാത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് 65-66 വയസ്സിൽ സംഭവിച്ചു. അടുത്തതായി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദ്റത്ത് നുമാൻ ബിൻ സിനാൻ എന്നാണ്. ഹദ്റത്ത് നുമാൻ ബിൻ സിനാൻ അദ്ദേഹത്തിന്റെ ബന്ധം അൻസാറുടെ ഗോത്രമായ ഖദറിന്റെ കുടുംബത്തിൽപ്പെട്ട ബനു നുമാനുമായിട്ടാണ്. ഇബ്നു ഹിഷാം എഴുതുന്നു, ഹദ്റത്ത് നുമാൻ ബിൻ നുമാൻ അത് മോചിപ്പിക്കപ്പെട്ട അടിമയായിരുന്നു. എന്നാൽ ഇബ്നു സാദ് അദ്ദേഹത്തെ ബനു ഉബൈദയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അടിമയാണെന്നും എഴുതിയിരിക്കുന്നു. അത് നുമാൻ ബിൻ സിനാൻ ബദർ, ഉഹദ് എന്നീ യുദ്ധങ്ങളിൽ പങ്കെടുക്കുവാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് അൻതറ മൗല സുലൈം. ഹസ്രത്ത് അൻതറ ഹസ്രത്ത് സുലൈം ബിൻ അമ്ര മോചിപ്പിച്ച അടിമയായിരുന്നു. ഇത് അൻതറ സുലൈമി സഖ്വാനി ആണ്. ബനു സുവാദ് ബിൻ അദം ഗോത്രത്തിന്റെ സഖ്യകക്ഷിയായിരുന്നു. ഇത് അൻസാറുകളുടെ ഒരു ശാഖയാണ്. ഹസ്രത്ത് അൻതറ ബദർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. നൗഫൽ ബിൻ മുആവിയ ദിലിയാണ് അദ്ദേഹത്തെ ഷഹീദാക്കിയത്. മറ്റൊരു നിവേദന പ്രകാരം ഹദ്റത്ത് അൻതറയുടെ വഫാത്ത് സഫീൻ യുദ്ധത്തിൽ ഹദ്റത്ത് അലിയുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 37 ഹിജ്രിയിലാണ് സംഭവിച്ചത്. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദ്റത്ത് നുമാൻ ബിൻ അബ്ദെ അമർ എന്നാണ്. ഹദ്റത്ത് നുമാൻ ബിൻ അബ്ദെ അമറിന്റെ ബന്ധം അൻസാറുകളുടെ ഗോത്രമായ ഖദറിന്റെ ശാഖ ബനു ദിനാർ ബിൻ നജാറുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദ ബിൻ മസൂദ് എന്നും മാതാവിന്റെ പേര് സുവൈർ ബിൻ ഖൈസ് എന്നുമാണ്. ഹദ്റത്ത് നുമാൻ ബിൻ അബ്ദെ അമർ ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇസാ ബിൻ അമറും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിരുന്നു. ഹദ്റത്ത് നുമാൻ ബിൻ അബ്ദെ അമർ ഉഹദ് യുദ്ധത്തിൽ ഷഹാദത്ത് സ്ഥാനം കരസ്ഥമാക്കി. ഹദ്റത്ത് നുമാൻ ഇസ്ഹാഖ്, ഇവരുടെ കൂടെ ഒരു 3ാമത് സഹോദരനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഖുത്ബ എന്നായിരുന്നു. അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. ബിയറെ മഅമൂന സംഭവത്തിൽ ഹദ്റത്ത് ഖുത്ബയുടെ ഷഹാദത്ത് സംഭവിച്ചു. മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വക്കാസിൽ നിന്നുള്ള നിവേദനം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ദിനാറിന്റെ ഒരു സ്ത്രീയുടെ അടുത്തുകൂടി കടന്നുപോയപ്പോൾ അവരുടെ സഹോദരൻ, ഭർത്താവ്, പിതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും ഷഹീദാവുകയും ചെയ്തു. അതിന്റെ അനുശോചനം അവരോട് അറിയിച്ചപ്പോൾ അവർ ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അവസ്ഥ എന്താണ്? ആളുകൾ പറഞ്ഞു, അല്ലയോ ഇന്നയാളുടെ മാതാവേ, താങ്കൾ സുഖത്തിലല്ലേ? അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ആ സ്ത്രീ മറുപടി നൽകി, എന്നെ കാണിക്കുക, ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട് ആ സ്ത്രീയെ കാണിച്ചു കൊടുത്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, പറഞ്ഞു, എല്ലാ പ്രയാസങ്ങളും അദ്ദേഹം ഉണ്ടെങ്കിൽ അത് നിസ്സാരമാകുന്നു. മറ്റൊരു നിവേദനത്തിൽ ഈ സ്ത്രീയുടെ മകന്റെ ഷഹാദത്തിനെ കുറിച്ചും പറയപ്പെടുന്നുണ്ട്. അത് അനസ് ബിൻ മാലിക് വിവരിക്കുന്നു, ഉഹദ് യുദ്ധാവസരത്തിൽ മദീനവാസികൾ വളരെയധികം പരിഭവത്തിന് അകപ്പെട്ടിരുന്നു. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഷഹീദായിരിക്കുന്നുവെന്ന കുപ്രചാരണം അവിടെ പ്രചരിച്ചു. ഏതുവരെ എന്നാൽ മദീനയിലെ തെരുവുകളിൽ വിലാപയാത്രകൾ അരങ്ങേറി. ഒരു അൻസാരികളുടെ സ്ത്രീ വളരെയധികം പരിഭ്രമപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവർ തന്റെ പിതാവ്, സഹോദരൻ, ഭർത്താവ്, മകൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടിരുന്നു. നിവേദകൻ പറയുന്നു, എനിക്കറിയില്ലായിരുന്നു
അവർ ആദ്യം ആരെയാണ് കണ്ടത്. എന്നാൽ അവരുടെ അടുത്തുകൂടി ഈ ശവമഞ്ചങ്ങൾ കടന്നുപോയപ്പോൾ അവർ ചോദിച്ചു, ഇതാരാണ്? ആളുകൾ പറഞ്ഞു, ഇത് നിന്റെ പിതാവ്, സഹോദരൻ, ഭർത്താവ്, മകൻ എന്നിവരാണ്. അവർ ചോദിച്ചു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ്? ആളുകൾ പറഞ്ഞു, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ നടന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോന്തല പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ റസൂലുള്ള, എന്റെ മാതാപിതാക്കൾ അങ്ങിൽ ബലിയായിരിക്കട്ടെ. അങ്ങ് സലാമത്താണെങ്കിൽ എനിക്കൊരു നഷ്ടത്തെക്കുറിച്ചും വേവലാതിയില്ല. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ പേര് സുമേറ ബിന്ത് അഖ്ദല എന്നതാണ്. നൂമാൻ ബിൻ അബ്ദെ അമ്രിന്റെ മാതാവായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് ഒരവസരത്തിൽ ഈ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നു. പറയുന്നു, സഹാബാക്കളുടെ ധൈര്യത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളും നൂറുകണക്കിന് രാജ്യങ്ങളും വെച്ച് ഇത്തരത്തിലുള്ള വിരലെണ്ണാവുന്ന ഏതാനും സംഭവങ്ങൾ മാത്രമാണ് ലഭിക്കുക. എന്നാൽ കുറച്ചായിരം എണ്ണത്തിലുള്ള സഹാബാക്കളെ നൂറുകണക്കിന് മാതൃക ലഭിക്കുന്നു. എത്ര ഉന്നത നിലവാരത്തിലുള്ള മാതൃകയാണവ. ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. മുസ്ലിം അവർ പറയുന്നു, ഞാൻ പലതവണ ഇത് വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണം ഞാൻ മുമ്പും വിവരിച്ചു കഴിഞ്ഞതാണ്. ഇത് എല്ലാ സദസ്സുകളിലും കേൾപ്പിക്കാൻ യോഗ്യതയുള്ളതാണ്. ഇതിന്റെ സ്മരണ എപ്പോഴും നവമാക്കി വെക്കേണ്ടതാണ്. ചില സന്ദർഭങ്ങളിൽ സംഭവങ്ങൾ എത്ര ഉന്നതമായിരിക്കുന്നുവെന്നാൽ വീണ്ടും വീണ്ടും കേൾപ്പിച്ചാൽ തന്നെയും അത് പഴയതായി തോന്നുകയില്ല. അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഈ സ്ത്രീയുടെയും. അവർ ഉഹദ് യുദ്ധാവസരത്തിൽ മദീനയിൽ വെച്ച് ഈ വാർത്ത കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അവർ മദീനയിലെ മറ്റു സ്ത്രീകളോടൊപ്പം പരിഭ്രമിച്ചുകൊണ്ട് വീടിന് പുറത്തു വന്നു. ഉഹദിൽ നിന്ന് തിരിച്ചു വരുന്ന ആദ്യത്തെ സവാരിയെ കണ്ടുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അങ്ങയോട് ചോദിക്കുന്നത്. എന്നാൽ താങ്കൾ എന്റെ ഭർത്താവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നിന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് താങ്കളോട് ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ പിതാവിനെ സംബന്ധിച്ചാണോ പറയുന്നത്? ആ വന്നയാൾ പറഞ്ഞു, 2 സഹോദരങ്ങളും നിന്റെ മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ വീണ്ടും ആ സ്ത്രീ തന്നെയാണ് പറഞ്ഞത്, ഞാൻ എന്റെ ചോദ്യത്തിനുള്ള മറുപടി പെട്ടെന്ന് നൽകിയാലും ഞാൻ എന്റെ ബന്ധുക്കളെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ സഹാബിയുടെ അവസ്ഥ തൃപ്തികരമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവിടുന്ന് ഇന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ചോദ്യം എന്നുള്ളത് അവരുടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളുടെ മരണത്തെ സംബന്ധിച്ചാണ്. അത് അവരെ അറിയിക്കുക എന്നതാണ്. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ചതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ നീരസം കാണിച്ചുകൊണ്ട് ഉത്തരം നൽകുക എന്ന് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്. അത് കേട്ട് ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് യാതൊരു വിഷമവുമില്ല, ആര് തന്നെ മരണപ്പെട്ടാലും ചെയ്യും. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മാതൃകയുടെ മുന്നിൽ മുസ്ലിം മൗദ് പറയുന്നു, പിന്നെ ആക്ഷേപങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഈ വൃദ്ധയായ സ്ത്രീയെ സംബന്ധിച്ച് മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു സ്ത്രീയെക്കുറിച്ച്, അതായത് അത് അവരുടെ ഹൃദയത്തെ ദുഃഖഭാരത്താൽ പരിഭ്രമത്തിൽ ആഴ്ത്തിപ്പോയി. അദ്ദേഹം പറയുന്നു, അവർ മനസ്സിൽ കരയുകയായിരുന്നു. മറ്റൊരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇത് ഹൃദയം വിഷമത്തായിരുന്നു, മനസ്സ് കരഞ്ഞു എന്നാണ്, അത് പ്രകടമാക്കിയില്ല. എന്നാൽ അതത് മുസ്ലിം അത് പറയുന്നു, എന്നാൽ ഈ സഹാബിയായ സ്ത്രീയുടെ സംഭവം അതല്ല. അവർ ദുഃഖമടക്കിക്കൊണ്ട് കരയുമായിരുന്നില്ല, അത് പ്രകടിപ്പിക്കുമായിരുന്നില്ല. എന്നാൽ ആ സ്ത്രീ തന്റെ ഹൃദയം കൊണ്ട് സന്തുഷ്ടിയായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ട്. ആ സ്ത്രീയുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ടായിരുന്നില്ല, അതവർ പ്രകടിപ്പിച്ചതുമില്ല. അദ്ദേഹം ഇവിടെ പറയുന്നത് ആ കാലഘട്ടത്തിൽ പത്രത്തിൽ വിവരിച്ച ഒരു സ്ത്രീയെ കുറിച്ചാണ്. എന്നാൽ ഈ സഹാബിയായ നമ്മുടെ സ്ത്രീയുടെ ഹൃദയത്തിൽ യാതൊരു ദുഃഖമുണ്ടായിരുന്നില്ല. ഇത് വളരെ ഉന്നതമായിട്ടുള്ള മാതൃകയാണ്. ലോക ചരിത്രത്തിന് ഇതിന് തുല്യമായത് സമർപ്പിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയാതിരിക്കാൻ എങ്ങനെ സാധിക്കും? മിൻഹും മൻ ഖല നഹ്ബഹു. ലോകത്തിലെ പിന്നെ ഏത് സമുദായത്തെക്കുറിച്ചാണ് ഇപ്രകാരം പറയാൻ സാധിക്കുക? ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഞാൻ ഈ സ്ത്രീയുടെ സംഭവം വായിക്കുമ്പോൾ എന്റെ ഹൃദയം അവരോടുള്ള ആദരവും ബഹുമാനം കൊണ്ട് നിറയുന്നു. എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പരിശുദ്ധ സ്ത്രീയുടെ കോന്തല ചുംബിക്കുകയും എന്റെ കൈകൾ കൊണ്ട് നേത്രങ്ങളിൽ
വെക്കുകയും ചെയ്യുക. കാരണം അവർ എന്റെ പ്രിയതമന് വേണ്ടി തുല്യതയില്ലാത്ത സ്നേഹപ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് ഈ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും സംഭവം വിവരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, നോക്കുക, ഈ സ്ത്രീക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് എത്രമാത്രം സ്നേഹാദരവാണ് ഉണ്ടായിരുന്നത്. ആളുകൾ ഒന്നിനു ശേഷം മറ്റൊന്നായി പിതാവ്, സഹോദരൻ, ഭർത്താവ് എന്നിവരുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതിന് മറുപടിയായിക്കൊണ്ട് എല്ലാ തവണയും ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് പറഞ്ഞു തരിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ്. ചുരുക്കത്തിൽ അവരും ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രമാത്രം സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഈ സംഭവത്തെ കൂടുതൽ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ആ സംഭവത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളിൽ എല്ലാവരും ഒരു മരണപ്പെട്ടവരെ കണ്ടിട്ടുള്ളവരാണ്. അടുത്ത ബന്ധുക്കൾ മരിക്കുന്നു. ചിലർ തങ്ങളുടെ മാതാവിനെ, ചിലർ തങ്ങളുടെ പിതാവിനെ, ചിലർ സഹോദരനെ, സഹോദരിയെ മരണപ്പെട്ടതായി കാണുന്നു. ആ സംഭവത്തെല്ലാം അല്പം ഒന്ന് ഓർത്തു നോക്കുക. അവർ അടുത്തുള്ളവർക്ക് പാകം ചെയ്ത ഭക്ഷണം നൽകുന്നു, ചികിത്സിക്കുന്നു, പരിപാലിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മരണപ്പെടുമ്പോൾ എന്തവസ്ഥയാണ് ഉണ്ടാവുക? എപ്രകാരമാണ് വീട്ടിൽ കിയാമത്തിന് സമമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും? മരണപ്പെട്ട ആളെ സംബന്ധിച്ചുള്ള ഓർമ്മയല്ലാതെ മറ്റൊന്നും തന്നെ ബാക്കിയായി ഉണ്ടാകില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളിൽ എത്തരത്തിലുള്ള സ്നേഹമാണ് ഉണ്ടാക്കിയത്. എന്നാൽ അവർക്ക് അവിടുന്ന് പകരമായി മറ്റൊന്നിനെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്നേഹം അവിടുന്ന് അള്ളാഹുവിന്റെ പ്രിയതമനായതുകൊണ്ടാണ് അവരിൽ ഇതുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. അതിന് കാരണം അവിടുന്ന് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിരുന്നു. അവിടുന്ന് മുഹമ്മദ് ആയിരുന്നു എന്നതുകൊണ്ടല്ല അവർക്ക് സ്നേഹമുണ്ടായിരുന്നത്. എന്നാൽ അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് സ്നേഹമുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നു, യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൽ അനുരക്തരായിരുന്നു. അതുകൊണ്ട് അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹാബാക്കൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അത് പുരുഷന്മാർ മാത്രമായിരുന്നില്ല, മറിച്ച് സ്ത്രീകളെ നിങ്ങൾ നോക്കിക്കൊള്ളുക. അവിടെയും അതും അവരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള സ്നേഹം എത്രമാത്രം ഉന്നതമായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ സ്ത്രീയുടെ സംഭവം വിവരിച്ചു ശേഷം പറയുന്നു, ഇതൊരു സ്നേഹമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ ആളുകളുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കാരണം ഉണ്ടായിട്ട് കൂടി അവർ അള്ളാഹുവിനെ എല്ലാ വസ്തുക്കളുടെ മേൽ മുൻഗണന നൽകിയിരുന്നു. ഇതാണ് തൗഹീദ്. ഈ ഒരു കാര്യമാണ് അവരെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ആധിപത്യം പ്രദാനം ചെയ്തത്. അള്ളാഹുവിനെതിരായിക്കൊണ്ട് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ അവർ ഗൗനിച്ചില്ല. അത് ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, അവരുടെ മുന്നിൽ ഒരേ ഒരു വസ്തു മാത്രമായിരുന്നു, അത് അവരുടെ ദൈവമാകുന്നു. അവരതിൽ തൃപ്തി അടയണം, അവൻ അവരിൽ തൃപ്തി അടയണം. അതുകൊണ്ടാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞത്. അവർ അള്ളാഹുവിനെ എല്ലാ വസ്തുക്കളെക്കാളും മുൻഗണന നൽകി. അങ്ങനെ അള്ളാഹു അവർക്കും മുൻഗണന നൽകി. അദ്ദേഹം പറയുന്നു, എന്നാൽ പിന്നീട് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയായിരുന്നില്ല. ഒരുപക്ഷെ ഇവർക്ക് അള്ളാഹുമായി ബന്ധമുണ്ടെങ്കിൽ അത് വെറും ചിന്തയിൽ മാത്രമാണ്. ചിന്തിക്കുന്നു, അള്ളാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്, അല്ലെങ്കിൽ തൗഹീദ് നിലനിൽക്കുന്നു, ഇത് മാത്രമാണ്. ഹൃദയത്തിൽ ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയത്തിൽ സ്നേഹം വിറകൊള്ളാൻ തുടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോഴും അവരുടെ സ്നേഹം വിറകൊള്ളാൻ തുടങ്ങുന്നു. ഷിയാക്കളും സുന്നികളും എല്ലാവരും അങ്ങയുടെ പരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ ആവേശഭരിതരായിത്തീരുന്നു. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹ വികാരത്തിന് വിറയൽ അനുഭവപ്പെടുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന അനുഗ്രഹത്തെ അള്ളാഹുവാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം പേരിനെങ്കിലും ഒരു പുതപ്പെന്ന രീതിയിൽ ഇവർ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. കാരണം യഥാർത്ഥ പുരോഗതി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലൂടെയാണ് ലഭിക്കുക, തൗഹീദിൽ നിലകൊള്ളുമ്പോഴാണ് ലഭിക്കുക. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇത് ഓരോരുത്തരും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു നമ്മുടെ ഉള്ളിൽ അവനോടും അവന്റെ റസൂലിനോടുമുള്ള യഥാർത്ഥ സ്നേഹമുണ്ടാക്കുകയും അതിന്റെ ശരിയായ തിരിച്ചറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ ചില മരണപ്പെട്ടവരെ കുറിച്ച് പറയുന്നതാണ്. നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ നമസ്കാരം നിർവഹിക്കുന്നതാണ്. ആദ്യത്തേത് ബഹുമാന മഊദ് അഹമ്മദ് സാഹിബ്, കറാച്ചി അമീർ, അദ്ദേഹത്തിന്റേതാണ്. ബഹുമാന മസൂദ് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. ജൂലൈ 14 78-ാമത്തെ വയസ്സിൽ വഫാത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
1941 ഏപ്രിൽ 12 അദ്ദേഹം കാദിയാനിൽ ജനിച്ചു. ബഹുമാന മസൂദ് ഖാൻ സാഹിബിന്റെയും സാഹിബ് സാഹിബ് തൊയ്യബ സിദ്ദീഖ സാഹിബയുടെ മകനായിരുന്നു. ഹസ്രത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബയുടെയും ഹസ്രത്ത് നവാബ് മുഹമ്മദ് അലി സാഹിബിന്റെയും മകന്റെ മകനായിരുന്നു. മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിന്റെ മകളുടെ മകനുമായിരുന്നു. ഇദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB-യുടെ ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് കുറച്ചുകാലം ഷേഖ് മുഹമ്മദ് ബദർ സാഹിബിനോടൊപ്പം പ്രാക്ടീസ് ചെയ്തു. പിന്നീട് ഒരു പ്രശസ്തനായ വക്കീൽ ലാ ഫോറം ഡിഗ്നം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഡാക്കയിലേക്ക് പോയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 52 വർഷം ആ കമ്പനിയോടൊപ്പം പ്രവർത്തിച്ചു. സീനിയർ പാർട്ണർ ഒപ്പമായിരുന്നു. ഇദ്ദേഹത്തെ പാകിസ്ഥാനിൽ സീനിയർ കോർപ്പറേറ്റ് വക്കീലന്മാരിൽ എണ്ണപ്പെടുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അതിന്റെ നിയമാവശങ്ങൾ, ബാങ്ക് നിയമങ്ങൾ, കോർപ്പറേറ്റ് ഡേറ്റ് നിയമങ്ങൾ എന്നിൽ പ്രഗത്ഭനാണ്. ഈ കാരണം കൊണ്ട് അദ്ദേഹം പ്രശസ്തനായിരുന്നു. പാകിസ്ഥാനിലെ ചില കോർപ്പറേറ്റ് നിയമങ്ങൾക്കും അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയ കമ്പനികളിൽ നിന്നും ഡയറക്ടർ പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അതെല്ലാം നിരോധിക്കുകയുണ്ടായി, അതെല്ലാം തിരസ്കരിക്കുകയുണ്ടായി. പറയാനുണ്ടായിരുന്നത് അത് അത്തരം സ്ഥാനങ്ങൾ തെറ്റിദ്ധാരണകൾ മൂലം ആക്ഷേപങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഒന്നും മനുഷ്യൻ ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ഇക്കാര്യം ജമാഅത്തിന്റെ ദുഷ്പേരിനും കാരണമായിത്തീരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ്. ഭാര്യ കൂടാതെ അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഒരു മകൾ, ഒരു മകനും. അതിൽ മകൻ വക്കാലത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. മകൾ കാനഡയിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു. മകളുടെ ഭർത്താവ്, അതായത് മർഹൂമിന്റെ മരുമകൻ സാഹിബ് ഷാദ മിർസ മുബാറക് അഹമ്മദ് സാഹിബിന്റെ മകളുടെ മകന്റെ മകനാണ്. മദൂദ് അഹമ്മദ് ഖാൻ സാഹിബ് 1996 ഒക്ടോബറിൽ ജില്ലാ അമീർ കറാച്ചിയെ നിയമിതനായി. ഇതിനു മുമ്പ് നായിബ് അമീർ, സെക്രട്ടറി ഉമ്മൂറെ ഖാരിജ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസലെ ഉമർ ഫൗണ്ടേഷൻ, നാസിർ ഫൗണ്ടേഷൻ, താഹിർ ഫൗണ്ടേഷൻ എന്നിവയുടെ ഡയറക്ടറുമായിരുന്നു. 1988 ജമാഅത്തിലുണ്ടായ ഗുരുതരമായ പ്രശ്നത്തിൽ പത്രമാധ്യമങ്ങളുമായി നല്ലൊരു ബന്ധം അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ അമത്തുൽ മുഅ്മിന സാഹിബ മലക് ഉമർ അലി സാഹിബിന്റെ മകളാണ്. മാതാവിന്റെ പേര് സയ്യിദ ബേഗം സാഹിബ എന്നാണ്. അദ്ദേഹം മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിന്റെ മകളാണ്. പറയുന്നു, സാധാരണ പ്രകൃതത്തിനും നല്ല സ്വഭാവത്തിനും മറ്റുള്ളവരോടുള്ള സ്നേഹാനുഭൂതിയും മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുകയും ചെയ്തിരുന്നു. ആരെല്ലാം അദ്ദേഹവുമായി കണ്ടുമുട്ടുന്നത് അവർ എല്ലാവരും ഇക്കാര്യം പറയുന്നു. അദ്ദേഹവുമായി വർഷങ്ങളായി ബന്ധമുള്ള രീതിയിലാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത്. അത് ജമാഅത്തിന്റെ ചെറിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭാരവാഹിയാണെങ്കിലും ശരി. അവർ പറയുന്നു, ഒരു വശവും തന്നെയില്ല ഒരു ഭർത്താവെന്ന നിലയിൽ അല്ലെങ്കിൽ പിതാവെന്ന നിലയിൽ വല്ല കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുവാൻ. ഐഡിയൽ ഭർത്താവും ഐഡിയൽ പിതാവും ഐഡിയൽ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിലൂടെ പ്രഭാവിതരാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മാമൂൻ അഹമ്മദ് സാഹിബ് പറയുന്നു, ഐഡിയൽ പിതാവായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നമസ്കാരശീലം ഞങ്ങൾ ഉണ്ടാക്കി. ചെറുപ്രായത്തിൽ തന്നെ സുബൈ നമസ്കാരത്തിന് എന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന് ഉപദേശിക്കുമായിരുന്നു. ഞങ്ങൾ 2 സഹോദരന്മാരിലും അദ്ദേഹത്തിന്റെ നമസ്കാരം വളരെ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. നമസ്കാരത്തിൽ കൃത്യത, ധനത്യാഗം, അതിലും അദ്ദേഹം പ്രഥമ ശ്രേണിയിലായിരുന്നു. പറയുന്നു, റബുവയിൽ പോകുമ്പോൾ ബഹിഷ്തി മക്ബറ പോയിരുന്നു. സഹാബാക്കളുടെയും മരിച്ചവരുടെയും ഖബറുകൾ സന്ദർശിച്ചിരുന്നു. അവരെ സംബന്ധിച്ചുള്ള ചെറിയ വിവരണം ഞങ്ങൾക്ക് നൽകുമായിരുന്നു. വിനയവും എളിമയും അദ്ദേഹത്തിൽ വളരെ അധികമായിരുന്നു. ദരിദ്രരായവരോട് വളരെ വിനയത്തോടെ പെരുമാറിയിരുന്നു. അതുപോലെ തന്നെ മുതിർന്ന ഏത് ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുന്നത് മൂലം സ്ഥാനത്തിന് ഉന്നതി ഉണ്ടാകുന്ന രീതിയിലല്ല, മറിച്ചൊരു നിഷ്കർഷത അദ്ദേഹം പുലർത്തിയിരുന്നു. ഭാര്യ പറയുന്നു, ഞാൻ തമാശ രൂപത്തിൽ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, താങ്കൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു. എന്നാൽ വലിയ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടുമ്പോൾ അപ്പോൾ താങ്കൾ അവിടെ അന്തസ്സ് കാണിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നവാബിയത്ത് തന്റെ മുന്നിൽ ഉണ്ടാക്കുന്നു. പിന്നീട് സിന്ധിലെ തടവുകാർക്ക് വേണ്ടി പ്രത്യേകമായ നിലയിൽ പ്രവർത്തിച്ചു. ശുഹദാക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവിടെ വലിയ പ്രവർത്തനം കാഴ്ചവെച്ചു. പര്യടനങ്ങൾ നടത്തി. ഭാര്യ പറയുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു.
കുടുംബാംഗങ്ങളെ ആദരിക്കുകയും അവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. അതിസൽക്കാരത്തിന് ശീലം അദ്ദേഹത്തിൽ അധികമായിരുന്നു. എഴുതുന്ന അധിക പേരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നു, ചില സന്ദർഭത്തിൽ 10 മിനിറ്റ് മുമ്പ് ഫോൺ വരും, ഇത്രമേ അതിഥികൾ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം തയ്യാറാക്കുക. എപ്പോഴും ഫോണിലൂടെ അറിയിപ്പ് നൽകി ഉടൻ തന്നെ അത് ഓഫ് ചെയ്യുമായിരുന്നു, കാരണം എന്തെങ്കിലും ഒഴിവ് പറയാതിരിക്കുന്നതിന് വേണ്ടി. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അളവറ്റ ആത്മാർത്ഥതയുടെ ബന്ധമായിരുന്നു, സ്നേഹത്തിന്റെയും കൂറിന്റെയും ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, എന്നോടും എന്റെ സഹോദരിയോടും എന്റെ കുട്ടികളോടും ഉപദേശിക്കാൻ ഉള്ളത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഹുസൂറിനോട് പറയുന്നതിന് വേണ്ടി എഴുത്തെഴുതുക അല്ലെങ്കിൽ ഫാക്സ് ചെയ്യുക. ആ ബന്ധത്തെ അത് വർദ്ധിപ്പിക്കുക. അദ്ദേഹത്തിന് കുറച്ചു കാലം മുമ്പ് 2 വർഷമായിരിക്കുന്നു ക്യാൻസർ പിടിപെട്ടിരുന്നു. ചികിത്സ നടന്നുകൊണ്ടിരുന്നു. ചികിത്സ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സുഖം പ്രാപിച്ചു. എനിക്കും എഴുതിയിരുന്നു, ചികിത്സ നന്നായിരുന്നു. രണ്ടാമത് ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പകുതിയിൽ കൂടുതൽ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പെട്ടെന്ന് മോശമായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് നിലച്ച കാരണത്താൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ക്യാൻസറിന്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്ന കാലത്ത് അതിനെ സംബന്ധിച്ച് ഡോക്ടർ പറയുന്നു, ഞങ്ങൾ ഈ വ്യക്തിയിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഒന്നാമതായി വളരെ ധൈര്യവും ക്ഷമയും കാണിച്ചിരുന്നു. രണ്ടാമത് ഞങ്ങളോടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായി വലിയ സ്കോളറായിരുന്നു അദ്ദേഹം. മകൻ പറയുന്നു, ഞങ്ങൾ പോകുമ്പോൾ ആശുപത്രിയിൽ ഡോക്ടർമാർ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അനാഹമ്മദികളായ യുവാക്കളും അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കുന്നതിനായി വന്നിരുന്നു. പറയുന്നു, യുവാവ് പറയുന്നു, സ്വഭാവത്തിലും അതുപോലെ തന്നെ മെന്റർഷിപ്പിലും എന്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമാണുള്ളത്. മർഹൂമിന്റെ ഭാര്യ പറയുന്നു, ഒരു പ്രത്യേക ഗുണമെന്നുള്ളത് അത് ചന്ത നൽകുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിരുന്നു. പറയുന്നു, ഇന്നുവരെ വളരെ നല്ല വരുമാനമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ഒരിക്കലും വരുമാനത്തെക്കുറിച്ച് ചോദിച്ചിരുന്നില്ല. ചിലപ്പോൾ ഹൃദയത്തിൽ ചിന്ത വന്നാലും ചോദിക്കുവാനുള്ള ധൈര്യമുണ്ടായില്ല. ചില സന്ദർഭങ്ങളിൽ ചന്തയുടെ റെസീറ്റ് ലിസ്റ്റ് കാണുമ്പോൾ ഇദ്ദേഹം എത്രയാണ് ചന്ത നൽകുന്നത്, അത് മരിച്ചവർക്ക് വേണ്ടി നൽകുന്നത്, അത് വലിയൊരു ലിസ്റ്റായിരുന്നു. എന്നാലും എന്നോട് പറയാറുള്ളത് വീട്ടിലെ വരുമാനം കുറയ്ക്കുകയും ത്യാഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് അനുഭവപ്പെടാറ് അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നത് തന്നെ കൂടുതലായി ജമാഅത്തിന് നൽകുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ്. പരാതികളോട് അദ്ദേഹത്തിന് വലിയ വെറുപ്പായിരുന്നു. എല്ലാവരും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഇതിന് സാക്ഷിയാണ്. അദ്ദേഹത്തിന് ശക്തമായ വെറുപ്പുണ്ടായിരുന്നു. അതിനെ നിരാകരിക്കുമായിരുന്നു. ഭാര്യ പറയുന്നു, ആരെക്കുറിച്ചും പരാതി പറയുന്നത് കേൾക്കുമായിരുന്നില്ല. കുറ്റം പറയുന്നതിനും അതും അദ്ദേഹം എതിർത്തിരുന്നു. പലതവണ അദ്ദേഹം എനിക്ക് നൽകിയ ഉപദേശം, ജീവിതത്തിൽ ആരുടെ മേലും പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യുമെങ്കിൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ചെയ്യുക, കാരണം പിന്നീട് യാതൊരു പരാതിയും ഉണ്ടാകരുത്. മേജർ ബഷീർ സാഹിബ് വിവരിക്കുന്ന ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം നായിബ് അമീറായിരുന്നു, അല്ലെങ്കിൽ മറ്റേതോ വകുപ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ അദ്ദേഹം ഇളവ് നൽകിയിരുന്നു. പറഞ്ഞു, അല്പം കാഠിന്യവും ചില സമയത്ത് കാണിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വന്തം സമയം നൽകിക്കൊണ്ട് സേവനത്തിനായി വന്നവരോട് എങ്ങനെ കാഠിന്യം കാണിക്കാനാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ജോലി നിർവഹിച്ചു. ഖുദ്ദാമും എഴുതിയിട്ടുണ്ട്, എനിക്ക് കായിദുമാരും എഴുതിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നത്, ഡ്യൂട്ടി നൽകിയിരുന്നത്. കറാച്ചി ജമാഅത്തിന്റെ അവസ്ഥ പ്രയാസം നിറഞ്ഞത് കാരണത്താൽ കേന്ദ്ര നിർദ്ദേശം അമീർമാർക്ക് സെക്യൂരിറ്റി നൽകേണ്ടതാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ യുവാക്കൾ ഡ്യൂട്ടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പറയുക, നിങ്ങൾ വീട്ടിലെത്തിയ ഉടൻ അവിടെ സുരക്ഷിതരായി എത്തിയെന്ന് എനിക്ക് ഫോണിലൂടെ വിവരം അറിയിക്കണം. കായത് എഴുതുന്നു, എന്റെ പക്കൽ ചിലപ്പോൾ വണ്ടി ഉണ്ടാകില്ല, അദ്ദേഹം തന്റെ സ്വന്തം വാഹനം എനിക്ക് നൽകുമായിരുന്നു. അങ്ങനെ സുരക്ഷിതനായി വീട്ടിൽ ചേരുക എന്ന് പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, പിതാവ് ഞങ്ങളുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയും ഖിലാഫത്തിനോട് ആത്മാർത്ഥതയും കാലത്തിന്റെ ഖലീഫയോടുള്ള അനുസരണവും ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ മാതൃകകൾ കാണിച്ചു തന്നിരിക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കുക എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നു. രോഗാവസ്ഥയായിരുന്നിട്ടും ജലസ കൃത്യമായി കേട്ടു. USS
ജലസ ലൈവ് സ്ട്രീം ഉണ്ടായി, അതും കേട്ടു. എന്നോട് പറഞ്ഞു, നീയും കേട്ടുകൊള്ളുക. ജർമ്മനിയും കാനഡയും ജലസ ഒരുമിച്ചാണ് നടന്നത്. മകൾ കാനഡയിലാണ് താമസിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജർമ്മനി ജലസ കേൾക്കുകയാണ്. അദ്ദേഹത്തിന് കൃത്യമായി ഖുതുബ പോലുള്ള മറ്റ് പ്രഭാഷണങ്ങളും കേൾക്കുന്ന ശീലമുണ്ടായിരുന്നു. റംലാൻ മാസത്തെ വലിയ ഒരുക്കത്തോടുകൂടിയാണ് സ്വീകരിച്ചിരുന്നത്. റംലാൻ മാസത്തിൽ യാത്രയോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രോഗ്രാമുകളോ ഉണ്ടാക്കുമായിരുന്നില്ല. റമലാനെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരുപാട് ആളുകൾക്ക് പാഠമുണ്ട്. അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ യാത്ര കാരണമാക്കുന്നു, അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കുന്നു. കറാച്ചിയിൽ മുമ്പുണ്ടായിരുന്ന മുറബി ഹുസൈൻ അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ്, പറയുന്നു, അവിടെ മുറബിയായി ഇരുന്ന കാലത്ത് മജ്ലിസെ ആംലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹം പറയാറ്, ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്, നമുക്ക് വെറും കൈത്താങ് നൽകുക മാത്രമാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് പരിശ്രമിക്കേണ്ടതാണ്. എല്ലാവരെയും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം വരവേൽക്കുമായിരുന്നു. എല്ലാവരുടെയും അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കുകയും വായിക്കുകയും അനുയോജ്യമായിട്ടുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അനാഥർ, വിധവകൾ, അതിഥികൾ എല്ലാവരെയും കഴിവനുസരിച്ച് സഹായിക്കുമായിരുന്നു. ജമാഅത്തിന്റെ ബഡ്ജറ്റിൽ ഈ പ്രയാസം നേരിട്ടാലും അദ്ദേഹം അതിൽ വിടവ് കണ്ടെത്തുമായിരുന്നു. കറാച്ചിയിലെ ഒരു സ്ത്രീ മറിയം സമർ സാഹിബ പറയുന്നു, അദ്ദേഹം തന്റെ മക്കൾക്ക് മാത്രമല്ല കറാച്ചി ജമാഅത്തിലെ എല്ലാവരോടും വാത്സല്യം കാണിക്കുന്ന ഒരു പിതാവായിരുന്നു. എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. എല്ലാവരെയും വിലമതിക്കുകയും വളരെ വിനയത്തോടെ പ്രശ്നപരിഹാരം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതോ ഒരു പരിപാടിയിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പേര് നവാബ് മൗദൂദ് അഹമ്മദ് ഖാൻ എന്ന് എഴുതിയിരുന്നു. അദ്ദേഹം തന്റെ പേന കൊണ്ട് നവാബ് എന്ന പദം മായ്ച്ചു കളഞ്ഞു. ഖായം മക്കാം നായിബ് അമീർ ഖുറൈഷി മഹമ്മൂദ് അഹമ്മദ് സാഹിബ് പറയുന്നു, തന്റെ ഇമാറത്തിന്റെ കാലഘട്ടത്തിൽ വളരെ വലിയ ഔദാര്യവും കാരുണ്യവും നിറഞ്ഞ ഒരു പിതാവിനെ പോലെ അംഗങ്ങളുടെ വഴികാട്ടിയായിരുന്നു. എല്ലാ മനസ്സിലും പ്രിയങ്കരനും ആദരവിന് അർഹനുമായിരുന്നു. ആ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മറ്റുള്ളവരുടെ കൈത്താങ്ങും ദയാവായ്പിന് ഉടമയുമായിരുന്നു. വിനയം നിറഞ്ഞ പ്രകൃതമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഒരു പ്രകടനമായ വശമാണ്. അത് ചെറിയവരോ വലിയവരോ ആയിരുന്നാലും ശരി, പാവപ്പെട്ടവനോ പണക്കാരനോ വിദ്യാസമ്പന്നനോ നിരക്ഷരനോ എല്ലാവരോടും അങ്ങേയറ്റം സ്നേഹത്തോടെ ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. വരുന്ന വ്യക്തി ചെറിയവനോ വലിയവനോ ആയിക്കൊള്ളട്ടെ, തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ സ്വീകരിച്ചിരുന്നു. ജമാഅത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ദിവസം ഒരുപാട് സമയം രാത്രി വരെ ഓഫീസിലിരുന്നു കൊണ്ട് ആ നിർബന്ധ കടമകൾ അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു. തന്റെ ഓഫീസിൽ നിന്ന് നേരെ ജമാഅത്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹം വരികയും പിന്നെ രാത്രി 10 മണിവരെ അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തിരുന്നു. ജമാഅത്തിലെ കുട്ടികളിലും യുവാക്കളിലും വിദ്യാഭ്യാസം നേടുന്നതിനായി താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു അമീർ എന്ന നിലയിൽ എല്ലാ വകുപ്പിലെ സെക്രട്ടറിമാരോടും ജമാഅത്തിലെ ഹൽക്കുകളിലെ സദർമാരോടും വ്യക്തിപരമായ ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. അതാത് വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സദർ അൻസാറുള്ള പാകിസ്ഥാൻ എഴുതുന്നു, ജമാഅത്തിന്റെ തഅലീം, തർബിയത്ത്, മറ്റു കാര്യങ്ങളെക്കുറിച്ച് വളരെ വലിയ ചിന്തയുണ്ടായിരുന്നു. ഒരിക്കൽ പറഞ്ഞു, ഞാൻ പര്യടന അടിസ്ഥാനത്തിൽ അവിടെ ചെന്നപ്പോൾ ഭാരവാഹികളുടെ റിഫ്രഷ് കോഴ്സ് നടക്കുകയായിരുന്നു. എന്റെ അടുത്ത് അദ്ദേഹം വന്നു വളരെ വേദനയോടുകൂടി എന്നോട് പറഞ്ഞു, താങ്കൾ കറാച്ചിയിൽ വന്നിരിക്കുന്നു. റിഫ്രഷർ കോഴ്സിനെ സംബന്ധിച്ച് എനിക്ക് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ഇന്ന് സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വെറും 3 അൻസാരികൾ മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ പള്ളിക്ക് സമീപം ഒരുപാട് വീടുകളുണ്ട്, ഓരോരുത്തർക്കും വാഹനങ്ങളുമുണ്ട്. എളുപ്പത്തിൽ സുബഹി നമസ്കാരത്തിനായി വരാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, യോഗത്തിൽ എല്ലാ ഭാരവാഹികളിലും ഒന്ന് അവരോട് പറയുക, തന്റെ ഉള്ളിൽ നന്മയും പരിശുദ്ധ മാറ്റവും ഉണ്ടാക്കുക. ആരാധനകളിലേക്ക് പ്രത്യേകമായ ശ്രദ്ധ നൽകണം. പിന്നെ സ്വന്തം സന്താനങ്ങളുടെയും യുവതലമുറയുടെയും അറിവും ശിക്ഷണത്തിനും സംബന്ധിച്ച് ചിന്തിക്കേണ്ടതാണ്. പറയുന്നു, ഒരു വേദനയുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഉള്ളിൽ നിന്നാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വനിത എഴുതുന്നു, ഞങ്ങൾ ഇന്ത്യയിൽ പോകാറുണ്ടായിരുന്നു. കാദിയാനിൽ പോകുന്നതിന് വേണ്ടി എല്ലാവരും അവരുടെ പക്കൽ അല്പം ഇന്ത്യൻ കറൻസിയും ഉണ്ടാകുമായിരുന്നു. അത് ഞങ്ങളോട് കൊണ്ടുപോകുന്നതിന് അനുവാദമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പറയപ്പെട്ടു അനുവാദമില്ല. അപ്പോൾ അമീർ സാഹിബ് എല്ലാവർക്കും പൂരിപ്പിക്കുന്നതിന് വേണ്ടി ഫോം നൽകിയിരുന്നു. ഇന്ത്യൻ ഇമിഗ്രേഷൻ ഓഫീസർ
അയാൾ പറഞ്ഞു, കറൻസി കൊണ്ടുപോകുന്ന അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നിങ്ങൾ കൊണ്ടുപോകുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ഈ ഫോമിൽ എഴുതേണ്ടതില്ല. എന്നാൽ അമീർ സാഹിബ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടില്ല. ഫോറത്തിൽ എത്രയാണ് തന്റെ പക്കൽ ഉണ്ടായിരുന്നത്? ആ തുക ഏകദേശം 25-30,000 രൂപ ഉണ്ടായിരുന്നു. അത് മുഴുവൻ വെളിപ്പെടുത്തുകയുണ്ടായി. ഓഫീസർ വീണ്ടും പറഞ്ഞു, ഇത് എഴുതേണ്ടതില്ല. എഴുതിയാൽ നിയമം അനുസരിച്ച് ഞങ്ങൾ അത് പിടിച്ചു വാങ്ങേണ്ടതായി വരും. എന്നിട്ടും അദ്ദേഹം വിശ്വസ്തത കാണിച്ചുകൊണ്ട് തുക വെളിപ്പെടുത്തുകയും സന്തോഷത്തോടുകൂടി ആ തുക നൽകുകയും ചെയ്തു. പറഞ്ഞു, നിങ്ങൾ തടഞ്ഞു വെച്ചുകൊള്ളുക. ഒരു തരത്തിലുള്ള ഒഴിവിൽ നിന്നും അദ്ദേഹം പ്രയോജനമെടുത്തിരുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യുവാക്കളും എഴുതിയിട്ടുണ്ട്. വളരെ ശ്രദ്ധ നൽകിയിരുന്നു. ഡ്യൂട്ടി നൽകുന്നവരോട് നന്ദി പ്രകടിപ്പിച്ചിരുന്നു. എപ്രകാരം എന്നാൽ ഞങ്ങൾ എന്തോ വലിയ ഔദാര്യം കാണിച്ചു എന്ന രീതിയിലുള്ള നന്ദി പ്രകടനമാണ് അദ്ദേഹം ഞങ്ങളോട് നടത്തിയിരുന്നത്. ഇംതിയാസ് ഹുസൈൻ ഷാഹി സാഹിബ് എഴുതുന്നു, കറാച്ചി റിഗ് റോഡ് അമീർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ ഒരു വരിയിൽ എഴുതുകയാണെങ്കിൽ ഏതൊരു ഗുണമാണ് മുന്നിൽ വരുന്നത്? അത് എളിമയും വിനയവും ആണ്. ഖിലാഫത്തിനോട് സ്നേഹവും ജമാഅത്ത് വ്യവസ്ഥയോടുള്ള ബഹുമാനവുമാകുന്നു. പിന്നെ പറയുന്നു, 2016 കറാച്ചിയിൽ ഇമാറത്ത് സംവിധാനം നിലവിൽ വന്നു. അദ്ദേഹത്തെ അമീറായി നിശ്ചയിച്ചു. പറയുന്നു, ഞാൻ ചെന്ന അദ്ദേഹത്തിനടുത്ത് ജില്ലാ അമീറിന്റെ അടുക്കൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. എന്നാൽ എപ്പോഴും ഓർക്കേണ്ടത്, അത് ഏതെങ്കിലും പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ കാലത്തിന്റെ ഖലീഫയ്ക്ക് ദുആ അപേക്ഷിച്ചുകൊണ്ട് കത്തെഴുതുക. അള്ളാഹു പിന്നെ അനുഗ്രഹം ചൊരിയുന്നതാണ്. ഞാനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി എല്ലാ ആഴ്ചയിലും ജുമാക്ക് മുമ്പായി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചന്തയുടെ വർഷാവസാനമാകുമ്പോഴും അദ്ദേഹം എനിക്ക് കത്തെഴുതാറുണ്ടായിരുന്നു. മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ ഖായിദ് ബിലാൽ ഹൈദർ ടിപ്പു പറയുന്നു, അമീർ സാഹിബ് സൂറ മുഅ്മിനുമായി അഗാധമായൊരു ബന്ധമുണ്ടായിരുന്നു. ഖുദാമിന്റെ അധിക പരിപാടികളിലും തിലാവത്ത് നൽകുന്നതിനായി എന്നോട് പറയാറ് സൂറ മുഅ്മിനിന്റെ ഭാഗം തിലാവത്ത് ചെയ്യാനാണ്. പിന്നെ സ്നേഹത്തോടെ ഉപദേശിച്ചിരുന്നു, ഈ സൂറത്ത് ശ്രദ്ധയോടെ പ്രാരംഭ ഭാഗം പ്രത്യേകമായ നിലയിൽ പാരായണം ചെയ്യുവാൻ പറയുമായിരുന്നു. എന്നും ഞാൻ ആ കാര്യം ചിന്തിക്കുമ്പോൾ ഹൃദയം സാക്ഷി പറയുന്നത്, അദ്ദേഹം നമസ്കാരം സംരക്ഷിക്കുകയും എല്ലാവിധ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിശ്വാസി വിജയിക്കുന്നതിനായി ഞങ്ങൾക്കൊരു മാതൃക സ്ഥാപിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. രണ്ടാമതായി എനിക്ക് ഓർമ്മയുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം ഒരിക്കൽ ഒറ്റയ്ക്ക് എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ സാരാംശം എല്ലാ ആഴ്ചയിലും ഹുസൂറിന് കത്തെഴുതുക എന്നതാണ്. വളരെ സ്നേഹത്തോടെയാണ് ഇതെനിക്ക് മനസ്സിലാക്കി തന്നത്. പറഞ്ഞു, ഞാനും ഇതിൽ നിന്നും പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുന്നു. ഖിലാഫത്തിനോടുള്ള അനുസരണം യഥാർത്ഥത്തിൽ അധികമായിരുന്നു. വലിയ ആദവ് നൽകിയിരുന്നു. കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ, ഒരു കാര്യം നടന്നിരുന്നു. അതിനെ സംബന്ധിച്ച് എനിക്ക് അറിവ് ലഭിച്ചു. ഞാൻ അദ്ദേഹത്തിനും എഴുതി, താങ്കൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന്റെ ആദ്യം മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് വന്നത്. അതിനുശേഷം അദ്ദേഹം എഴുതുന്നു, എനിക്ക് സന്തോഷമുണ്ടായത് ഇക്കാര്യത്തിലാണ്. ഞങ്ങൾ സ്വതന്ത്രരല്ല, ഞങ്ങളെ ഉണർത്തുന്നതും ശിക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ നന്ദി അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ബന്ധത്തിൽ മുതിർന്ന ആളായിരുന്നു. ഖിലാഫത്തിന് മുമ്പ് വലിയ ബഹുമാനവും പൂർണ്ണമായിട്ടുള്ള സ്നേഹവും ഉണ്ടായിരുന്നു. ആ ബന്ധം മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഖിലാഫത്ത് ഖലീഫയായി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം അങ്ങേയറ്റം വിനയത്തോടെ സംവിധാനത്തെ ബഹുമാനിച്ചു. ഖലീഫ റാബിന്റെ കാലത്ത് ഞാൻ നാസറാലയായിരുന്നു. അന്നും വലിയ ആത്മാർത്ഥത അദ്ദേഹം കാണിച്ചു. ഇപ്പോഴും അദ്ദേഹം വലിയ ആത്മാർത്ഥയും സ്ഥൈര്യവും കാണിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തോടും റഹ്മത്തോടും കൂടി പെരുമാറട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകളെ തുടർന്ന് കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഖലീഫ അബ്ദുൽ അസീസ് സാഹിബിൻ നായിബ് അമീർ കാനഡയുടേതാണ്. ജൂലൈ 9 ഹൃദയസ്തംഭനം മൂലം 84 വയസ്സിൽ വഫാത്ത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ബന്ധം ജമ്മു കാശ്മീരിലെ പ്രശസ്ത അഹമ്മദി കുടുംബമായ ഖലീഫയുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഖലീഫ അബ്ദുൾ റഹീം, പിതാമഹൻ ഹസ്രത്ത് ഖലീഫ നൂറുദ്ദീൻ, അതുപോലെ തന്നെ
ഹസ്രത്ത് ഉമർ ബക്ഷ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പിതാവാണ്. ഈ 3 പേരും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സഹാബികളാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് ശ്രീനഗറിൽ കശ്മീരിലെ മുഹല്ല ഖാനിയയിലെ ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിന്റെ ഖബർ കണ്ടെത്തുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഇക്കാര്യം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വിവിധ ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യം വിവരിച്ചിരിക്കുന്നു. കാനഡ ജമാഅത്തിലെ ആദ്യകാല അംഗങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുന്നു. 1967 അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജോലിയുടെ അടിസ്ഥാനത്തിൽ വക്കീലായിരുന്നു. പിന്നീട് അവിടെ അദ്ദേഹം ലോ ഫോറം സ്ഥാപിച്ചു. പിന്നീട് ജമാഅത്തിനെ നിയമപരമായി എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നു. കാനഡ ജമാഅത്തിൽ അദ്ദേഹത്തിന്റെ സേവനം 50 വർഷത്തിലധികമാണ്. കാനഡയിലെ ആദ്യ നാഷണൽ സദറായിരുന്നു. ആദ്യ സദർ ഖസാ ബോർഡും അവസാനം വരെ നായിബ് അമീർ കാനഡയായി സേവനം ചെയ്തുകൊണ്ടിരുന്നു. 2010 അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങേയറ്റം എളിമയും എല്ലാ മനസ്സുകളുടെ പ്രിയങ്കരനും പ്രസന്നവദനും പ്രശ്നം പരിഹരിക്കുന്ന നന്മ നിറഞ്ഞ ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. ആരോഗ്യാവസ്ഥ മോശമായിരുന്നിട്ട് കൂടി തന്റെ കടമകൾ അവസാനം വരെ വളരെ ധൈര്യത്തോടെ നിർവഹിച്ചു. ഖിലാഫത്തിനോട് ആഴത്തിലുള്ള ബന്ധവും ഖിലാഫത്തിനോട് സ്നേഹവും ആത്മാർത്ഥതയും പുലർത്തിയിരുന്നു. ഇവിടുന്ന് ലഭിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും എപ്പോഴും അതനുസരിച്ച് വളരെ പരിശ്രമത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. അള്ളാഹു മഹഫറത്തോടുകൂടി അദ്ദേഹത്തോട് പെരുമാറട്ടെ. കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന് നന്മകൾ നിലനിർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.